നമ്മുടെ നല്ല പ്രാർത്ഥനകൾക്ക് നിർജീവമായ വസ്തുക്കൾ പോലും ആമീൻ പറയുന്നതാണ്. വാതിൽപ്പടികളും ചുമരുകളും ഒക്കെ ആമീൻ പറയുമോ? തീർച്ചയായും. ഒരു സംഭവം പറയാം. ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയാണ്, താങ്കളും മക്കളും നാളെ പ്രഭാതത്തിൽ വീട്ടിലുണ്ടാകണം. അങ്ങനെ പിറ്റേ ദിവസം അതിരാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ബാസ് റളിയല്ലാഹുവിന്റെ വീട്ടിലെത്തുകയാണ്. സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചു. സുഖമാണെന്ന് അബ്ബാസ് റളിയല്ലാഹു മറുപടി പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ എല്ലാവരെയും ഒരുമിച്ച് ഇരുത്തി ഒരു പുതപ്പ് കൊണ്ട് പുതപ്പിക്കുകയാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്. എന്താണ് ദുആ? അല്ലാഹുവേ, ഇവർ എൻ്റെ അഹ്ലു ബൈത്താണ്. ഞാൻ അവരെ പുതപ്പിച്ചത് പ്രകാരം നരകത്തിൽ നിന്ന് നീ അവർക്ക് കാവൽ നൽകണേ അല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തപ്പോൾ ആ ദുആക്ക് വീടിൻ്റെ വാതിൽപ്പടികളും ചുമരുകളും ആവർത്തിച്ച് ആമീൻ പറഞ്ഞു എന്നാണ്. സുബ്ഹാനല്ലാഹ്. ആമീൻ പറയാൻ ആളില്ല എന്ന് കരുതി ദുആ ചെയ്യാതിരിക്കണ്ട എന്നർത്ഥം. മലക്കുകളോടൊപ്പം നമുക്കും ആമീൻ പറയാൻ അവസരമുണ്ട്. ആ അവസരം ലഭിച്ചു കഴിഞ്ഞാലോ അള്ളാഹു ആ മനുഷ്യന്റെ കഴിഞ്ഞകാല ദോഷങ്ങൾക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്നതാണ്. ഏതാണ് ഈ സുവർണ അവസരം? നമുക്ക് മനസ്സിലാക്കാം. ഇമാമ് ആമീൻ പറയുമ്പോൾ ഇമാമിന്റെ ആമീനൊപ്പം നിങ്ങളും ആമീൻ പറയുക. അപ്പോൾ തന്നെയാണ് മലക്കുകളും ആമീൻ പറയുന്നത്. ആരുടെയെങ്കിലും ആമീൻ മലക്കുകളുടെ ആമീന് ഒപ്പമായി കഴിഞ്ഞാലോ അള്ളാഹു അവന്റെ കഴിഞ്ഞകാല ദോഷങ്ങൾക്ക് മാപ്പ് നൽകുന്നതുമാണ്. ആവേശത്തോടുകൂടെ ഉച്ചത്തിലാണ് ആമീൻ പറയേണ്ടത്. അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നവരും റളിയല്ലാഹു അൻഹു ശേഷമുള്ള ഇമാമിയങ്ങളൊക്കെ അവരെ തുടർന്ന് സ്വീകരിക്കുന്നവരും എല്ലാവരും പള്ളി പ്രകമ്പനം കൊള്ളുന്ന രീതിയിലായിരുന്നു, ഉച്ചത്തിലായിരുന്നു ആമീൻ പറഞ്ഞിരുന്നത്. തനിക്ക് ഇഷ്ടമുള്ളത് എന്തോ അതൊക്കെ തൻ്റെ സഹോദരനും ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കാത്തവരുടെ സത്യവിശ്വാസം പൂർണ്ണമാവുകയില്ലല്ലോ. എന്നാൽ ഈ ആഗ്രഹം പ്രകടിപ്പിക്കാനുള്ള ഒരവസരം കൂടിയാണ് ആമീൻ. ദുആ ചെയ്യുന്നതിലും ആമീൻ പറയുന്നതിലും ഒരിക്കലും പിശുക്ക്